ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്തേക്കുന്ന ഈ ഒരു ബ്രൗൺ സ്മോക്കി പിന്നെ ഒരു ഗ്ലിറ്ററി ആയിട്ടുള്ള ഒരു മേക്കപ്പ് ലുക്കാണ് ക്രിയേറ്റ് ചെയ്തേക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമാവും വിചാരിക്കുന്നു. പിന്നെ നമ്മുടെ ഓണം സീരീസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. 1-ാം തീയതി തൊട്ട് 15-ാം തീയതി വരെ ഞാൻ എല്ലാ ദിവസവും വീഡിയോസ് ഇടുന്നതാണ്. അപ്പോൾ നിങ്ങൾ ആ വീഡിയോസ് കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിന് സൈഡിൽ ഒരു ബെൽ ബട്ടൺ വരുന്നുണ്ട്. അത് ക്ലിക്ക് ചെയ്താൽ ഞാൻ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് വരും. നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് ആയിരിക്കും. ഡെഫിനറ്റ്ലി നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാവും വിചാരിക്കുന്നു. ഈ ലുക്ക് അതിന് ക്രിയേറ്റ് ചെയ്യുന്നത് കാണണമെങ്കിൽ വീഡിയോ ഫുൾ ആയിട്ട് കാണാം. മേക്കപ്പ് ചെയ്യുന്നതിൻ്റെ ഫസ്റ്റ് പാർട്ട് എന്ന് പറഞ്ഞാൽ മോയ്സ്ചറൈസറാണ്. നമ്മുടെ സ്കിൻ പ്രെപ്പ് സൂപ്പർ ആയിരിക്കണം. അപ്പോൾ ഞാൻ പ്ലമ്മിൻ്റെ മോയ്സ്ചറൈസറാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ ഒരു സൺസ്ക്രീൻ അപ്ലൈ ചെയ്യുന്നുണ്ട് ഡോട്ട് ആൻഡ് കീയുടെ. യൂസ് ചെയ്യുന്ന എല്ലാ പ്രോഡക്റ്റിൻ്റെ ലിങ്ക് അടിയിൽ ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടാവും കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും പ്രോഡക്ട്സ് പ്രത്യേകിച്ച് ഏതാ അറിയണമെന്നുണ്ടെങ്കിൽ അടിയിൽ ഡിസ്ക്രിപ്ഷനിൽ ചെക്ക് ചെയ്താൽ മതി. അപ്പോൾ ഇത് ഞാൻ യൂസ് ചെയ്യുന്നത് 7 Seas എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ പോർ മിനിമൈസിങ് മാറ്റിഫൈങ് പ്രൈമറാണ്. ഇത് നല്ലൊരു പ്രൈമറാണ് കേട്ടോ. നമ്മുടെ എനിക്ക് സ്പെഷ്യലി കുറച്ച് ബ്രേക്ക് ഔട്ട്സ് ഉണ്ട്. ഇപ്പോൾ പോസ്റ്റ് പ്രഗ്നൻസി ആണ്. അപ്പോൾ ആ ടൈമിൽ എനിക്ക് കുറച്ച് പിമ്പിൾസൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അതൊന്ന് ജസ്റ്റ് ഒന്ന് അതിനൊരു ബാരിയർ കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. നെക്സ്റ്റ് ഞാൻ എൻ്റെ ഐബ്രോസ് ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഫസ്റ്റ് തന്നെ ഐബ്രോസ് നല്ല പെർഫെക്റ്റ് ആയിട്ട് ഫില്ല് ചെയ്ത് കൊടുത്താൽ തന്നെ നമുക്ക് ആ ഒരു ലുക്ക് ചേഞ്ച് ആവും നമ്മുടെ ഫേസിൻ്റെ. അപ്പോൾ ഞാൻ ഐബ്രോസ് ഫില്ല് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. യൂസ് ചെയ്യുന്നത് കൺസീലറാണ്. എനിക്ക് എൻ്റെ ഷെയ്ഡിൻ്റെ നല്ല ക്ലോസ് ആയിട്ടുള്ള, എൻ്റെ ഫേസിൻ്റെ നല്ല ക്ലോസ് ആയിട്ടുള്ള ഷെയ്ഡാണ്. അപ്പോൾ അത് വെച്ചിട്ട് ഞാൻ എൻ്റെ അണ്ടർ ഐസിലും എവിടെയൊക്കെയാണ് പിഗ്മെൻറ്റേഷൻ ഉള്ളതും പിന്നെ പിമ്പിൾസ് ഉള്ള ഭാഗത്തൊക്കെ നന്നായിട്ട് കൺസീൽ ചെയ്ത് കൊടുക്കുന്നുണ്ട്. കണ്ണിൻ്റെ മുകളിലും അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഐബ്രോസ് ഒന്ന് നന്നായിട്ടൊന്ന് ഷേപ്പ് ആക്കാൻ വേണ്ടിയിട്ട് അവിടെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഏകദേശം ഈ ഒരു പ്രൊഡക്റ്റ് കൊണ്ട് തന്നെ എൻ്റെ ഫേസ് ഏകദേശം എനിക്ക് നല്ലൊരു കവറേജ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്താൽ പിന്നെ എക്സ്ട്രാ കവറേജിന് വേണ്ടി നമ്മൾ കൺസീലർ നല്ലോണം പിന്നെയും അപ്ലൈ ചെയ്യണം. അപ്പോൾ അത് ഞാൻ അവോയ്ഡ് ചെയ്തിട്ട് ജസ്റ്റ് ഒരു നാച്ചുറൽ അല്ലെങ്കിൽ ഒരു ബേസിക് കവറേജിന് വേണ്ടിയിട്ട് തന്നെ ഒരു കൺസീലർ മാത്രം വെച്ചിട്ടാണ് ഈ ഫുള്ള് ലുക്ക് ചെയ്തേക്കുന്നത് കേട്ടോ. ഞാൻ ഫുൾ ഫേസിൽ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഞാൻ ആവശ്യമുള്ളിടത്ത് കൂടുതലും ബാക്കിയുള്ളിടത്ത് ജസ്റ്റ് ലൈറ്റായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുള്ളൂ. എൻ്റെ ഫേസിൽ എന്തെങ്കിലും എക്സ്ട്രാ പ്രോഡക്റ്റ് ഈ കൺസീലർ അപ്ലൈ ചെയ്ത് തന്നെ കൂടുതലായിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ അത് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനൊരു മോയ്സ്റ്റ് ആയിട്ടുള്ള ബ്യൂട്ടി ബ്ലെൻഡർ എടുത്തിട്ട് ഫേസ് മൊത്തം ജസ്റ്റ് ലൈറ്റായിട്ട് ടാപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് ഷുഗറിൻ്റെ കോമ്പാക്ട് ലൂസ് പൗഡറാണ്. അപ്പോൾ ആ ലൂസ് പൗഡർ വെച്ചിട്ട് ജസ്റ്റ് ഫേസ് ഒന്ന് ജസ്റ്റ് സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കൺസീലർ നമ്മൾ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുത്തു. ഞാൻ ഇതുകൊണ്ട് നന്നായി അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. നല്ല അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ അപ്ലൈ ചെയ്യുന്നുണ്ട്. പിന്നെ ലാക്മേയുടെ ലൂസ് പൗഡറാണ്. അത് എൻ്റെ സ്കിൻ ടോണിന് നല്ല ക്ലോസ് ആയിട്ടുള്ള ലൂസ് പൗഡറാണ്. അപ്പോൾ അത് വെച്ചിട്ട് ഞാൻ ബാക്കിയുള്ള ഫേസ് ജസ്റ്റ് ലൈറ്റായിട്ട് സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് ഞാൻ അപ്ലൈ ചെയ്യുന്നത് കാജലാണ്. അപ്പോൾ ഞാൻ പ്ലമ്മിൻ്റെ കാജലാണ് കൊടുക്കുന്നത്. ചെറിയൊരു വിങ് ലൈൻ കൊടുത്തിട്ട് അതും നന്നായി ബ്ലെൻഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് ഈ ഹുഡ ബ്യൂട്ടിയുടെ പാലറ്റാണ് യൂസ് ചെയ്യുന്നത്. അതിൽ നിന്ന് ഈ ഒരു ബ്രൗൺ കളർ വെച്ചിട്ട് ഞാൻ എൻ്റെ നമ്മൾ ഈ ബ്ലാക്ക് അപ്ലൈ ചെയ്തില്ലേ അവിടെ നിന്ന് ഞാൻ എൻ്റെ ക്രീസ് നമ്മൾ കണ്ണ് തുറക്കുമ്പോൾ നമുക്ക് വരുന്ന ആ ക്രീസ് വരുന്നുണ്ടല്ലോ അവിടം വരെ നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഒരു ലൈറ്റായിട്ടുള്ളൊരു സ്മോക്കി ഫീൽ ആയിട്ടുള്ളൊരു ലുക്കാണ്. പിന്നെ ഒരു ബ്രൗൺ കളർ കൊടുത്തിട്ട് ഞാൻ ട്രാൻസിഷൻ ഷെയ്ഡായിട്ട് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് നന്നായി ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുന്നു. ട്രാൻസിഷൻ ഷെയ്ഡ് എപ്പോഴും നന്നായി ബ്ലെൻഡ് ചെയ്യണം, അല്ലെങ്കിൽ നമ്മുടെ ഐഷാഡോ ഒരു ഭംഗി ഉണ്ടാവില്ല കേട്ടോ. നമ്മുടെ ഐഷാഡോ നല്ല ബ്ലെൻഡഡ് ആയിട്ട് തോന്നണമെങ്കിൽ നല്ലോണം ബ്ലെൻഡ് ചെയ്തിരിക്കണം. അത് കഴിഞ്ഞിട്ട് ഞാൻ ഈ ഒരു ഗ്ലിറ്റർ എടുക്കുകയാണ്. ഗ്ലിറ്റർ എടുത്തിട്ട് ഞാൻ ജസ്റ്റ് എൻ്റെ ലിഡുമ ഏകദേശം 3/4 ഭാഗം ലിഡുമ മൊത്തം അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് നന്നായി ഈ കൈ വെച്ചിട്ട് തന്നെ നന്നായി സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു ബ്രഷ് വെച്ചിട്ട് ഔട്ടർ ഭാഗമില്ലല്ലോ നമ്മൾ ബ്ലെൻഡ് ചെയ്തിന് ബ്രൗൺ അപ്ലൈ ചെയ്തത് അതുകൊണ്ട് ജസ്റ്റ് ആ ഭാഗം ഒന്ന് സ്മഡ്ജ് ചെയ്തിട്ട് ഏകദേശം രണ്ടും ഒരുപോലെ ആക്കി എന്ന് വെച്ചാൽ നല്ല മെർജ് ചെയ്ത് കൊണ്ടുണ്ട്. അടിഭാഗത്ത് ബ്രൗൺ കളർ മാത്രമാണ് അപ്ലൈ ചെയ്തത്. പിന്നെ ലൈനർ അപ്ലൈ ചെയ്തു. പിന്നെ ഒരു ബ്ലഷ് അപ്ലൈ ചെയ്യുന്നുണ്ട്. ഇത് കേപ്ലേ എന്ന് പറഞ്ഞൊരു ബ്ലഷാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ ജസ്റ്റ് ഒരു ലൈറ്റായിട്ട് ബ്രോൺസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഫേസിന് വേണ്ടിയിട്ട് ഞാൻ വെറ്റ് ആൻഡ് വൈൽഡിൻ്റെ ബ്രോൺസറാണ് കേട്ടോ ഉപയോഗിച്ചത്. ജസ്റ്റ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ നോർമലി കോൺടോർ ചെയ്യുന്ന ഭാഗങ്ങളിൽ ബ്രോൺസ് ചെയ്യുന്ന ഭാഗങ്ങളിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ തന്നെ എൻ്റെ ഫേസിന് നല്ലൊരു ഡയമെൻഷൻ കിട്ടും കേട്ടോ. പിന്നെ ഞാൻ നോസും കോൺടോർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതും നന്നായിട്ട് കോൺടോർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. നന്നായി കോൺടോർ ചെയ്യുന്നുണ്ട്. ഓഫ്കോഴ്സ് പ്രഗ്നൻസി കഴിഞ്ഞിട്ടിരിക്കുകയാണ്. അപ്പോൾ ഇച്ചിരി തടി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഡബിൾ ചിന്നൊക്കെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് ഹൈഡ് ചെയ്ത് കൊടുക്കുകയാണ്. പിന്നെ ഞാനൊരു ഗ്ലോ കിട്ടാൻ വേണ്ടിയിട്ട് ഈ നല്ലൊരു ഗ്ലോയി ആയിട്ടുള്ള ലുക്കാണല്ലോ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഒരു ഹൈലൈറ്റർ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അഗെയിൻ വെറ്റ് ആൻഡ് വൈൽഡിൻ്റെ ഹൈലൈറ്ററാണ് എൻ്റെ ഫേവറേറ്റ് ഹൈലൈറ്ററാണ്. നല്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഹൈലൈറ്ററാണ് കേട്ടോ. ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ചെക്കൗട്ട് ചെയ്യണമെങ്കിൽ ചെക്കൗട്ട് ചെയ്യാം. അത് തന്നെ ഞാൻ ഐബ്രോസിൻ്റെ അടിയിലും കണ്ണിൻ്റെ ഇന്നർ കോർണറിലും അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ തന്നെ നമ്മുടെ ഫേസിന് കണ്ടോ നല്ല ഗ്ലോ കിട്ടും. പിന്നെ ഞാൻ ഇൻസൈഡ് കോസ്മെറ്റിക്സിൻ്റെ സെറ്റിംഗ് സ്പ്രേ വെച്ചിട്ട് നന്നായി സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഞാൻ ലൈനറായിട്ട് ഉപയോഗിക്കുന്നത് ഞാൻ റെഡ് ലിപ്പ് ചെയ്യാനാണ് വിചാരിച്ചത്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു റെഡ് ലിപ്പ് ലൈനർ അപ്ലൈ ചെയ്യുന്നുണ്ട്. ഏകദേശം ഒരു പിങ്ക് ഷെയ്ഡാണ്, എന്നാലും കുഴപ്പമില്ല. മുകളിൽ അപ്ലൈ ചെയ്യുന്നത് നമ്മൾ റെഡ് ലിപ്സ്റ്റിക്കാണ്. അപ്പോൾ ജസ്റ്റ് ലോങ് ലാസ്റ്റിംഗ് ആക്കാൻ വേണ്ടിയിട്ട് ഞാൻ ലിപ്സ്റ്റിക്ക്
ലൈനർ ഞാൻ ഫുള്ളായിട്ട് അപ്ലൈ ചെയ്തിട്ട് ലിപ്സ്റ്റിക്ക് അതിൻ്റെ മുകളിൽ കൂടെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് മാമ-എർത്തിൻ്റെ ലിപ്സ്റ്റിക്കാണ്, നല്ല ലിപ്സ്റ്റിക്കാണ്. ബട്ട് ട്രാൻസ്ഫർ ആവട്ടോ, നല്ലൊരു കളറാണ്, റെഡ് കളർ, നല്ല സൂപ്പർബായിട്ടുള്ള റെഡ് കളറാണ്. ബട്ട് അത് ട്രാൻസ്ഫർ ആവും. അപ്പോൾ ട്രാൻസ്ഫർ ആവാണ്ടിരിക്കാൻ വേണ്ടി ഞാൻ ജസ്റ്റ് 2-3 പ്രാവശ്യം ടാപ്പ് ചെയ്ത് ഇങ്ങനെ ചുണ്ട് ഇങ്ങനെ കൈമാക്കിയിട്ട് കളഞ്ഞിട്ട് ജസ്റ്റ് പൗഡർ വെച്ചിട്ടൊന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ അത് ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് നിൽക്കും കേട്ടോ, അങ്ങനെ ഇളകുമൊന്നുമില്ല. അപ്പോൾ ജസ്റ്റ് അത് കഴിഞ്ഞു. പിന്നെ ഞാൻ മസ്കാര അപ്ലൈ ചെയ്യാൻ മറന്നു. അപ്പോൾ ജസ്റ്റ് ഞാൻ ലാഷസ് കേൾ ചെയ്ത് കൊടുത്തിട്ട് മേബിലിൻ്റെ സ്കൈ ഹൈ മസ്കാര ജസ്റ്റ് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് നന്നായി ലാഷസും അപ്ലൈ ചെയ്തിട്ട് മുകളിലത്തെയും അടിയിലത്തെയും ലാഷസും അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ തന്നെ നല്ലൊരു നമ്മുടെ കണ്ണിന് നല്ലൊരു ഡിഫിനേഷൻ കിട്ടും. എനിക്ക് സ്പെഷ്യലി മസ്കാര അപ്ലൈ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അത്രയേ ഉള്ളൂ. ഇതാണ് ലുക്ക് വരുന്നത്, ഇതാണ് കംപ്ലീറ്റ് ലുക്ക് വരുന്നത്. നിങ്ങൾക്ക് ലുക്ക് ഇഷ്ടമായി വിചാരിക്കുന്നത് നല്ല ഗ്ലോയി ആയിട്ടുള്ള ലുക്കാണ്, നല്ല മിനിമൽ ബേസ് ആണ്, ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആണ്, നിങ്ങൾക്ക് ഹെവി ആയിട്ട് തോന്നിയില്ല കേട്ടോ. ഈ ഒരു ലുക്കാണ് കേട്ടോ ഞാൻ ക്രിയേറ്റ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായി ജസ്റ്റ് വീഡിയോ ഒന്ന് ലൈക്ക് അടിച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ എനിക്ക് വീഡിയോസ് ക്രിയേറ്റ് ചെയ്യാനുള്ള ഇൻസ്പിറേഷൻ ആണ്. പിന്നെ അടിയിൽ കമൻറ്റ് സെക്ഷനിൽ എന്തെങ്കിലും കമൻറ്റ്സോ എന്തെങ്കിലും വീഡിയോ ഐഡിയോസോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അടിയിൽ കമൻറ്റ് സെക്ഷനിൽ അറിയിക്കുക. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിൻ്റെ സൈഡിൽ ഒരു ബെൽ ബട്ടൺ വരുന്നുണ്ട്, അതൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് എന്തായാലും അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ, ടേക്ക് കെയർ.